പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള ഈശോയുടെ തിരുമുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കാം. ദൈവം നമ്മോട് അരുളി ചെയ്തതും നമുക്ക് വെളിപ്പെടുത്തി തന്നതുമായ ദൈവത്തിൻ്റെ വലിയ കരുണയെ പൂർണ്ണമായി മനസ്സിലാക്കി, ഈശോയെ, ഞങ്ങളുടെ രക്ഷ നിന്നിൽ ആശ്രയിക്കുന്നതിലൂടെയാണ്. നിന്നെ അറിഞ്ഞ് അനുഭവിച്ച് നിനക്ക് വേണ്ടി ജീവിച്ച് നിന്നിൽ ആശ്രയം വയ്ക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ നിത്യജീവൻ അർഹതയുള്ളതായിട്ട് മാറും. ആ ഒരു വലിയ ബോധ്യത്തോടെ ഈ നിമിഷം കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. ഈ ഒരു നിമിഷത്തിൻ്റെ ഈ ഒരു മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് സമയം ദൈവത്തിന് മുമ്പിൽ നമ്മൾ ചിലവഴിക്കുന്നതാണ്. ഈ ഒരു നിമിഷം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ മനുഷ്യവംശത്തിന് മുഴുവൻ്റെയും മേൽ നൽകിയ വലിയ കരുണ അതനുഭവിക്കുവാനും ആ കരുണയിൽ ആശ്രയിക്കുവാനുമായിട്ടുള്ള വലിയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകമാസകലം ഒന്നുപോലെ ആഘോഷിക്കുന്ന ഒരു വലിയ തിരുനാളിലാണ് നമ്മൾ ഓരോരുത്തരും. ഈശോയുടെ തിരുപ്പിറവി ആഘോഷിച്ച് ആ ഒരു ആഘോഷത്തിൻ്റെ സന്തോഷത്തിൽ നമ്മളായിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഈശോയുടെ തിരുപ്പിറവി സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു സദ്വാർത്തയായിരുന്നു. അത് കുറച്ച് പേർക്ക് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമോ കുറച്ച് സ്ഥലത്ത് താമസിക്കുന്നവർക്ക് വേണ്ടി മാത്രമോ കുറച്ച് ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത അതായിരുന്നു ഈശോയുടെ തിരുപ്പിറവി. കാരണം സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത എന്ന് ദൈവം അരുളി ചെയ്യാൻ കാരണം എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം, സത്യമറിയണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. കാരണം മനുഷ്യന് അവൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് അവന് സ്വയമേ ആ രക്ഷ നേടിയെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ദൈവം അവനെ സഹായിക്കാനായിട്ട് ഇമ്മാനുവേലായ നമ്മോട് കൂടെയായ ആ ഒരു ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത് കൊണ്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത. കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നെങ്കിൽ ലോകം മുഴുവനും നമ്മൾ ഒരേ സന്തോഷത്തോടെ ഇത് ആഘോഷിക്കത്തില്ലായിരുന്നു. കാരണം ഇത് എല്ലാവർക്കും സകലർക്കും വേണ്ടിയുള്ള ഒരു വലിയ രക്ഷയുടെ സദ്വാർത്തയാണ്. അതായത് ഈശോ നമ്മുടെ കൂടെ ഈ ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളത്. ദൈവം നമ്മോട് കൂടെ, അതായിരുന്നു ഏറ്റവും വലിയ ഒരു സന്തോഷം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയെയാണ് നമ്മൾ ഈ ഒരു ഈശോയുടെ പിറവി തിരുനാളിൽ ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കും. ദൈവം മനുഷ്യവംശത്തെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ ദൈവം മനുഷ്യവംശത്തെ അത്ര അധികമായിട്ട് സ്നേഹിച്ചു.
ആരും നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ലോകം മുഴുവനും തൻ്റെ സ്വന്തമാക്കി മാറ്റിയെടുക്കാൻ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ അവകാശമാക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനോട് ഇത്രയധികമായിട്ട് സ്നേഹം കാണിക്കുന്നതും കരുണ കാണിക്കുന്നതിന് പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കണം, നിത്യജീവൻ അവകാശമാക്കണം. ദൈവത്തോട് ചേർന്നുള്ള ഒരു വലിയ സൗഭാഗ്യം നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ദൈവം ഇത്രമാത്രം ത്യാഗം സഹിച്ച് മനുഷ്യനായി പിറന്നത്. പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ കാണാൻ പറ്റും, ദൈവമായിരിക്കെ അവൻ സ്വയം ചെറുതായി മനുഷ്യൻ്റെ രൂപം സാദൃശ്യം ഏറ്റെടുത്ത്. പാപമൊഴികെ ബാക്കി എല്ലാത്തിലും നമ്മളെപ്പോലെ ഒരുവനായി അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ സൗഭാഗ്യം നമ്മൾ ഏറ്റെടുക്കാനും അത് മനസ്സിലാക്കാനും നമ്മൾ തുടങ്ങുമ്പോഴാണ് ദൈവം നമ്മളെ എന്തുമാത്രം വിലമതിക്കുന്നു, ദൈവം എന്തുമാത്രം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൗതികമായ ആഘോഷങ്ങളെക്കാൾ, ഭൗതികമായ ഒത്തിരിയേറെ അലങ്കാരങ്ങളെക്കാൾ അധികമായിട്ട് ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇന്നും കടന്നു വരുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു വലിയ ഉണർവേകാൻ വേണ്ടിയാണ്. പുറമേ ഉണ്ടാക്കുന്ന പുൽക്കൂടുകളിലോ അലങ്കാരങ്ങളിലോ കൂടുതൽ തൃപ്തനാകാത്തവനാണ് ദൈവം. അതിനേക്കാളും ഉപരിയായി നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു വലിയ ഒരുക്കം നമ്മൾ നടത്തുമ്പോൾ അതിൽ സംപ്രീതനാകുന്നവനാണ് ദൈവം. അതുകൊണ്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ് ദൈവം. നിന്റെ ഹൃദയം അറിയുന്നവനാണ്. നിന്റെ ഹൃദയത്തിൻ്റെ ഓരോ ചിന്തകളും വിചാരങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നവനാണ് നിന്റെ ദൈവം. ആ ദൈവം നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എന്തുമാത്രം ഒരുക്കത്തോടെയാണ് സർവശക്തനും സർവാധിപനും അത്യുന്നതനുമായ ആ ദൈവത്തെ സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകും. പ്രിയപ്പെട്ടവരെ, തിരുപ്പിറവിയുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ സുദിനത്തിൽ ക്രിസ്മസ് 25-ാം തീയതി മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല, മറിച്ച് ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും അത്ര ശക്തമായി അനുസ്മരിക്കേണ്ട ഒരു വലിയ തിരുനാളാണ് ഈശോയുടെ തിരുപ്പിറവി. കാരണം ദൈവം മനുഷ്യവംശത്തെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ മനുഷ്യവംശത്തെ വീണ്ടെടുക്കുവാനായി തൻ്റെ ഏകജാതനെ ലോകത്തിന് നൽകിയ ദൈവത്തിൻ്റെ സ്നേഹം അനുസ്മരിക്കപ്പെടുന്ന ദിവസം. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ബോധ്യത്തോടെ നമ്മെ തന്നെ കർത്താവിൻ്റെ ആ ഒരു വലിയ സ്നേഹത്തിന് മുമ്പിൽ സമർപ്പിക്കാം, ദൈവത്തിൻ്റെ കാരുണ്യത്തിന് കീഴിൽ സമർപ്പിക്കാം. വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഒരു വലിയ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് അറിയാനും അനുഭവിക്കാനും തുടങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം ഒരു വലിയ തത്വങ്ങളായിട്ട് അല്ലെങ്കിൽ സഭയുടെ ഓരോ പ്രബോധനങ്ങളായിട്ട് മാറും. പക്ഷേ ഇതെൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള വലിയ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ കരുണയെ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും. അപ്രകാരം ജീവിച്ച ഒരു വ്യക്തിയുടെ തിരുനാൾ കൂടിയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുക. വിശുദ്ധ സ്തഫാനോസ്, സെയിൻറ്റ് സ്റ്റീഫൻ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ കാണുന്ന ആ വ്യക്തി നമ്മുടെ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ക്രിസ്തുവിന് വേണ്ടി അപ്രകാരം ജീവിതം ബലി കൊടുക്കാൻ തയ്യാറായവൻ. താൻ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ മരണം കൊണ്ടുപോലും വേർപെടുത്താൻ പറ്റില്ല, അത്രമാത്രം ക്രിസ്തുവുമായിട്ട് അവൻ്റെ സ്നേഹവുമായിട്ട് ഞാൻ ഒട്ടിച്ചേർന്നിരിക്കുന്നു എന്ന് പ്രഘോഷിച്ച വ്യക്തിയാണ് സ്തഫാനോസ്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നെങ്കിൽ മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാണ്. പക്ഷേ മരണത്തിൻ്റെ നടുവിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന, സന്തോഷത്തോടെ ആ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ വീണ്ടെടുക്കുവാനായ കാൽവരിയിൽ ബലിയായ ആ ഒരു ക്രിസ്തുവിൻ്റെ സഹനത്തോടെ എൻ്റെ ഈ സഹനങ്ങളും ചേർത്ത് വെച്ച്, ക്രിസ്തുവിൻ്റെ സഹനത്തോടെ എൻ്റെ ജീവിതവും ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ സ്തഫാനോസിനെ കാണാൻ പറ്റും. ക്രിസ്തു എപ്രകാരമാണ് പെരുമാറിയത്, എപ്രകാരമുള്ള ഒരു ജീവിത ശൈലിയോടുകൂടെയാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് എല്ലാവരോടും പെരുമാറിയത്. അതേപോലെയുള്ള മനോഭാവത്തോടെ എല്ലാവരോടും തന്നെ കല്ലെറിയാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവരോട് പോലും ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കാൻ തയ്യാറാകുന്ന സ്തഫാനോസിനെ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിനൊടുവിൽ നമ്മൾ കാണുന്നത് സ്തഫാനോസിനെ വധിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി അപ്രകാരം ജീവിച്ചു. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ
അത് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്, അതും ക്രിസ്തുവിന് വേണ്ടി. അപ്രകാരമുള്ള ഒരു വലിയ മനോഭാവത്തിലേക്ക് നമ്മൾ വളരുന്നത് കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ്. ദൈവം എന്നോട് കരുണ കാണിച്ചതിൻ്റെ ഒരു അടയാളമാണ്, അല്ലെങ്കിൽ കരുണ കാണിച്ചതിൻ്റെ സാക്ഷ്യമാണ് എൻ്റെ ജീവിതം എന്നുള്ള വലിയ ബോധ്യം നമ്മളിൽ നിറയുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും മരിക്കാൻ പോലും നമ്മൾ തന്നെ തയ്യാറാകും. അത്രമാത്രം ആഴമായ ഒരു വിശ്വാസത്തിലേക്ക്. കാരണം ഈ ഒരു ലോക ജീവിതത്തിൻ്റെ സഹനങ്ങൾക്ക് അപ്പുറത്ത് എന്നെ സ്നേഹിക്കുന്നവനും എനിക്ക് വേണ്ടി ഒരു വലിയ നിത്യസൗഭാഗ്യം ഒരുക്കി വെച്ച് എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അത് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് എൻ്റേതെന്നുള്ള വലിയ ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യം നമ്മളെ അടുപ്പിക്കുന്നത് ഈശോയുടെ ഈ ഒരു വലിയ ആഗ്രഹത്തിലേക്കാണ്. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ കൂടെ നിത്യജീവനിൽ പ്രവേശിക്കണമെന്നുള്ളത്. പിതാവായ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ദൈവത്തെ നേർക്കുനേർ കണ്ട ആരാധിക്കുന്നവരുടെ ഗണത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ചേർക്കപ്പെടണം. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം പറഞ്ഞു, അക്ഷയവും ഒളിമങ്ങാത്തതും മാറ്റമില്ലാത്തതുമായ ഒരു വലിയ സൗഭാഗ്യം യേശുക്രിസ്തു തൻ്റെ ഉദ്ധാനം വഴി നമുക്ക് നൽകിയിട്ടുണ്ട്, നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യവംശത്തോട് കരുണ കാണിക്കുന്നതിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. ഈ ലോക ജീവിതത്തിൽ ഒത്തിരിയേറെ സൗഭാഗ്യങ്ങൾ, ഒത്തിരിയേറെ അനുഗ്രഹങ്ങളൊക്കെ തരാൻ ദൈവത്തിന് സാധിക്കും. അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യം. പക്ഷേ നിത്യജീവിതം അത് ലക്ഷ്യം, അത് സ്വീകരിക്കുവാൻ, നേടിയെടുക്കുവാനായിട്ട് മനുഷ്യവംശത്തിന് അവൻ്റെ സ്വന്തം പ്രയത്നത്താൽ പറ്റാത്ത കാരണം ദൈവം അവനെ സഹായിക്കാനായിട്ട് അവൻ്റെ കൂടെ ഇറങ്ങി വരും. അവനെ സ്നേഹിക്കും, ഇത്രമാത്രം അവനോട് ഇത്രമാത്രം കരുണ കാണിക്കണം. ദൈവത്തിൻ്റെ കരുണ അതാണ്. ഒരിക്കലും നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ ഓരോ പാപികളായ നമ്മളോട് ദൈവം കാണിച്ച സ്നേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും വേണ്ടിയും ദൈവത്തിൻ്റെ വലിയ കരുണ വ്യാപരിക്കാനും ലോകം മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കി ആ ഒരു സ്നേഹത്തിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി അഭിമാനത്തോടെ തൻ്റെ ജീവിതം മുഴുവനും വിശ്വാസത്തോടെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് തീർക്കുവാനായിട്ടുള്ള വലിയ കൃപ തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹവും കരുണയും തിരിച്ചറിയാതെ പോയ ലോകത്തിലെ സകലരെയും, കഠിന പാപികളുടെ മാനസാന്തരത്തെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തിൻ്റെ കരുണയെ മനസ്സിലാക്കുവാനും ആ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കുവാനായിട്ട് ഈ ആരാധനയുടെ സമയം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. വളരെ പ്രത്യേകമായ കർത്താവേ, നിൻ്റെ കരുണയെ മനസ്സിലാക്കുവാനും അറിയുവാനും അനുഭവിക്കുവാനും നീ ഞങ്ങളോട് കാണിച്ച ആ വലിയ കാരുണ്യത്തിൽ അഭയം പ്രാപിച്ച കർത്താവേ, ഞങ്ങൾ നിന്നെ ആശ്രയിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പാപം മൂലം എൻ്റെ വലിയ സ്നേഹത്തിൽ നിന്നൊക്കെ അകന്നുപോയ നിമിഷങ്ങളുണ്ടെങ്കിൽ വീണ്ടും 10 സ്നേഹത്തോടെ 10 തീക്ഷ്ണതയോടെ തിരിച്ചു വരുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെ, മക്കളെയും മാതാപിതാക്കളെയും, ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളെയും, രോഗത്തിൻ്റെ അവസ്ഥകളുണ്ടാവും, കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയേണ്ട കുടുംബങ്ങളിൽ സ്നേഹവും കരുണയും ഒക്കെ നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങൾ, കർത്താവേ, നിൻ്റെ വലിയ സ്നേഹവും കരുണയുമൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വീണ്ടെടുക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓൺലൈനിലൂടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ താഴ്സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവെ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.